ശാന്തി. 29/1/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, എങ്ങനെയാണോ ബാബ നിങ്ങളെ അലങ്കരിക്കുന്നത്, ഇതുപോലെ നിങ്ങളും മറ്റുള്ളവരെ ചെയ്യണം. മുഴുവൻ ദിവസവും സേവനം ചെയ്യൂ. ആര് വരുന്നുവോ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ആശങ്കയുടെ ഒരു കാര്യവുമില്ല. നമ്മൾക്ക് എന്താണോ ലഭിക്കുന്നത്, നമ്മളുടെ അടുക്കൽ എന്താണോ ഉള്ളത്, അതാണ് നമ്മൾക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾക്ക് ബാബയെ ലഭിച്ചിരിക്കുന്നു. ബാബയുടെ സ്നേഹത്തിൻ്റെ അനുഭവമുണ്ടാകുന്നു. ആ അനുഭവത്തിൻ്റെ ആധാരത്തിൽ നമ്മൾ ബാബയുടെ പരിചയം മറ്റുള്ളവർക്കും നൽകുന്നു. ഇന്ന് ബാബ പറയുകയാണ്, ബാബ നമ്മൾ ഓരോ കുട്ടികളെയും വളരെ മനോഹരമായി അലങ്കരിക്കുകയാണ്. ഗുണങ്ങൾ കൊണ്ടാണ് ബാബ നമ്മളെ അലങ്കരിക്കുന്നത്. ബാബ പറയുന്നു, ഏതുപോലെ ബാബ അലങ്കരിക്കുന്നുവോ അതുപോലെ നമ്മളും മറ്റുള്ളവരെ അലങ്കരിക്കണം. മുഴുവൻ ദിവസവും സേവനം ചെയ്യണം. ആര് വരുന്നുവോ അവർക്ക് തീർച്ചയായും ജ്ഞാനം പറഞ്ഞു കൊടുക്കണം, ബാബയുടെ പരിചയം കൊടുക്കണം. ഇതിൽ ആശങ്കയുടെയോ മനപ്രയാസത്തിൻ്റെയോ ഒരു കാര്യവും ഇല്ല. ചോദ്യം: ഈ ജ്ഞാനം കോടികളിൽ ചിലർ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ അല്ലെങ്കിൽ ധാരണ ചെയ്യുന്നുള്ളൂ. ഇതെന്തുകൊണ്ട്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ നിങ്ങളെല്ലാവരും പുതിയ കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. നിങ്ങൾ പറയുന്നു, പരമാത്മാവ് ബിന്ദു സമാനമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ആശയക്കുഴപ്പത്തിൽ വരുന്നു. ശാസ്ത്രങ്ങളിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ കേട്ടിട്ടില്ല. ഇത്രയും സമയം എന്ത് ഭക്തിയാണോ ചെയ്തത് അത് ആകർഷിക്കുന്നു. ഇതിനാൽ പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ല. ചിലരാണെങ്കിൽ ഇങ്ങനെയുള്ള ഇയാമ്പാറ്റകളാകുന്നു. അവർ പറയുന്നു, ബാബ നമ്മൾ വിശ്വത്തിൻ്റെ അധികാരി തീർച്ചയായും ആകും. ഇങ്ങനെയുള്ള ബാബയെ ലഭിച്ചിരിക്കുകയാണ്, നമ്മൾക്ക് എങ്ങനെ വിടാൻ സാധിക്കും? എല്ലാം ബലിയർപ്പണം ചെയ്യുന്നതിനുള്ള ഉത്സാഹം വരുന്നു. ഈ ജ്ഞാനം ഇത്രയും ശ്രേഷ്ഠമാണ്, ഇത്രയും സ്പഷ്ടമാണ്. എന്നിട്ടും വളരെ കുറച്ച് ആത്മാക്കൾ മാത്രമേ ഇത് മനസ്സിലാക്കുന്നുള്ളൂ, ധാരണയും ചെയ്യുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ് എന്നാണ് ബാബ ഇന്ന് കേൾപ്പിക്കുന്നത്. ലോകത്തിലുള്ളവർക്ക് ഭക്തി ചെയ്താണ് ശീലമുള്ളത്. ഭക്തി എന്നാൽ സ്വയത്തിന് മഹത്വമൊന്നുമില്ല, എന്നാൽ ഈശ്വരന് അല്ലെങ്കിൽ ധർമ്മസ്ഥാപകർക്ക്, ദേവാത്മാക്കൾക്ക് മഹത്വം കൊടുക്കുന്നു. ഇതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഇത് വളരെ എളുപ്പമാണ്. സ്വയം നമ്മൾക്ക് പ്രത്യേകിച്ചൊരു ബഹുമാനമില്ല, സ്ഥാനമില്ല. പക്ഷെ മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുക്കുന്നു, ബഹുമാനിക്കുന്നു. ഇത് എളുപ്പമായതിനാൽ ഈ ഭക്തിയുടെ സംസ്കാരം പലരെയും ആകർഷിക്കുന്നു. അതിനാൽ ആ വശത്തേക്ക് തന്നെ പോകുന്നു. എന്നാൽ വിരളം ചിലർ ഉണ്ട്. അവർ യഥാർത്ഥ ഇയാമ്പാറ്റകളായി ശലഭത്തിൽ ബലിയർപ്പണമാകുന്നു. അതായത് ഈ ജ്ഞാനം അവർ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു, ധാരണ ചെയ്യുന്നു. വിശ്വത്തിൻ്റെ അധികാരി ആകുന്നതിന് പുരുഷാർത്ഥവും ചെയ്യുന്നു. അതിനായി ബാബയിൽ എല്ലാം ബലിയർപ്പണം ചെയ്യുവാനും ഉത്സാഹം വരുന്നു. ഗീതം: ദൂരദേശത്ത് വസിക്കുന്നവൻ പരദേശത്തേക്ക് വന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സഹോദര ദൃഷ്ടി ഉറപ്പിക്കണം. നമ്മൾ ആത്മാവായ സഹോദരനോട് സംസാരിക്കുന്നു. ഈ ശീലം കൊണ്ട് ക്രിമിനൽ ദൃഷ്ടിയെ പരിവർത്തനപ്പെടുത്തണം. 2. ബാബ എപ്പോൾ ജ്ഞാന സമ്പത്ത് നൽകുന്നുവോ അപ്പോൾ ഓർമ്മയിലിരുന്ന് ബുദ്ധിയാകുന്ന മടിശീല സമ്പത്ത് കൊണ്ട് നിറയ്ക്കണം. നിശബ്ദരായിരുന്ന് അവിനാശിയായ സമ്പാദ്യം ശേഖരിക്കണം.
ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, സാഹോദര്യ ദൃഷ്ടി ഉറപ്പിക്കണം. നമ്മൾ ആത്മാവാണ്, മറ്റുള്ള എല്ലാവരും ആത്മാക്കളാണ്. ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ ആത്മാവാണ് ഈ ശരീരത്തിലൂടെ സംസാരിക്കുന്നത്. ആ ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. ആ ആത്മാവ് തൻ്റെ ശരീരത്തിലൂടെ അത് കേൾക്കുന്നു. ഇത്തരത്തിലുള്ള പരിശീലനം നമ്മൾ എത്രത്തോളം ഉറപ്പിക്കുന്നുവോ അത്രത്തോളം ക്രിമിനൽ ദൃഷ്ടി പരിവർത്തനപ്പെടും. ക്രിമിനൽ ദൃഷ്ടി എന്നാൽ ദൈഹിക ദൃഷ്ടിയാണ്. ശരീരത്തിനോ ശരീരത്തിൻ്റെ വൈവിധ്യത്തിനോ മുൻതൂക്കം നൽകുന്ന ദൃഷ്ടിയെയാണ്, കാഴ്ചപ്പാടിനെയാണ് ക്രിമിനൽ ദൃഷ്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബ ജ്ഞാനം തരുന്ന സമയത്ത് ബാബയുടെ ഓർമ്മയിലിരുന്ന് ബുദ്ധിയെ നിറയ്ക്കണം. ബാബ തരുന്ന ജ്ഞാനം എന്നാൽ മുരളിയാണ്. മുരളി കേൾക്കുന്ന സമയത്ത് ബാബയുടെ ഓർമ്മയിൽ ബാബയുമായിട്ടുള്ള കണക്ഷനിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ബുദ്ധിയാകുന്ന സഞ്ചി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നിറയുന്നു. ഒപ്പം നിശബ്ദത പാലിച്ച് അവിനാശി സമ്പത്ത് സമ്പാദിക്കണം. വരദാനം: ആത്മീയ പുഞ്ചിരിയിലൂടെ മുഖത്തെ പ്രസന്നതയുടെ തിളക്കം കാട്ടുന്ന വിശേഷ ആത്മാവായി ഭവിക്കട്ടെ. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷതയാണ് പ്രസന്നത. പ്രസന്നത എന്നാൽ ആത്മീയ പുഞ്ചിരി. ഒച്ചത്തിൽ ചിരിക്കുകയല്ല, എന്നാൽ പുഞ്ചിരിക്കുകയാണ്. ആരെങ്കിലും ചീത്ത വിളിക്കുകയാണെങ്കിലും നിങ്ങളുടെ മുഖത്ത് ദുഃഖത്തിൻ്റെ അലകൾ വരരുത്. സദാ പ്രസന്ന ചിത്തരാകണം. ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, അവർ 1 മണിക്കൂർ പറഞ്ഞു, ഞാൻ ഒരൊറ്റ സെക്കൻഡ് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന്. സെക്കൻഡ് പോലും ചിന്തിച്ചോ പറഞ്ഞോ മുഖത്ത് അപ്രസന്നത വന്നുവോ എങ്കിൽ തോറ്റുപോയി എന്നാണ്. 1 മണിക്കൂർ സഹിച്ചു, പിന്നെ ബലൂണിൽ നിന്ന് കാറ്റുപോയി. ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ ലക്ഷ്യമുള്ള വിശേഷാത്മാവ് ഒരിക്കലും ഇതുപോലെ ബലൂണിലെ വായു പോലെ ആകില്ല. ബ്രാഹ്മണ ആത്മാവിൻ്റെ പ്രത്യേകതയാണ് അവരുടെ മുഖത്തുള്ള പ്രസന്നത. എന്ത് തന്നെ പരിതസ്ഥിതിയാകട്ടെ, ആരെങ്കിലും മോശമായി സംസാരിക്കുകയാകട്ടെ, മുഖത്തൊരിക്കലും പ്രസന്നത നഷ്ടമാകരുത്. മറ്റുള്ളവർ എത്ര തന്നെ എന്ത് തന്നെ പറഞ്ഞാലും നാം 1 സെക്കൻഡത്തേക്കെങ്കിലും മനസ്സിൽ ചിന്തിക്കുകയോ വായിലൂടെ പറയുകയോ ചെയ്താൽ അതിനർത്ഥം നമ്മുടെ പ്രസന്നത നഷ്ടമായി എന്നാണ്. ഉയർന്ന ലക്ഷ്യത്തിലെത്തണം എന്നാഗ്രഹമുള്ള ബാബയുടെ കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ തൻ്റെ കർമ്മത്തെ അല്ലെങ്കിൽ സങ്കല്പത്തെ തെറ്റായ ദിശയിൽ കൊണ്ടുപോകില്ല. സ്ലോഗൻ: ശീതള ശരീരമുള്ള യോഗി സ്വയം ശീതളരായി മറ്റുള്ളവർക്കും ശീതള ദൃഷ്ടി കൊണ്ട് സായുജ്യമടയിക്കുന്നു. ആരാണോ യോഗം ജീവിതത്തിൽ പ്രയോഗിക്കുന്നത് അവരുടെ കർമ്മേന്ദ്രിയങ്ങൾ ശാന്തമായിരിക്കും, ശീതളമായിരിക്കും. ഇങ്ങനെ ശീതളമായ ശരീരമുള്ള യോഗികൾ തൻ്റെ ശീതളത മറ്റുള്ളവർക്ക് ദൃഷ്ടിയിലൂടെ നൽകി അവർക്കും ശ്രേഷ്ഠ അനുഭവം നൽകും. ഓം ശാന്തി.